ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ ആമുഖത്തിൻ്റെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ആമുഖം ഭരണഘടനയുടെ ഹൃദയമാണ് ആമുഖം എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? റാം മനോഹർ സിൻഹ. ഭരണഘടനയുടെ നോട്ട്സ് തയ്യാറാക്കിയതാരാണ്? സർ ഏണസ്റ്റ് ബർക്കർ. ആരാണ്? സർ ഏണസ്റ്റ് ബർക്കർ. ഞങ്ങളുടെ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പോൾ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ആരാണ് കവർ പേജ് തയ്യാറാക്കിയത്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ പേജ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബഹാറാം മനോഹർ സിൻഹ. ആരാണ്? ബഹാറാം മനോഹർ സിൻഹ. പേജ് രൂപകൽപ്പന ചെയ്തത് ബഹാറാം മനോഹർ സിൻഹ. കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. അയാളുടെ ശിഷ്യനായിരുന്നു ആര്? ബഹാറാം മനോഹർ സിൻഹ. അപ്പോൾ ആമുഖം ഇതിൻ്റെ ഇതാരാണ്? ഭരണഘടനയുടെ ശില്പി ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. മൗലികാവകാശത്തിൻ്റെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ആമുഖം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, തിരിച്ചറിയൽ കാർഡ്, മുഖപുര, രത്നം എന്നിവയൊക്കെ അറിയപ്പെടുന്നത് ആമുഖമാണ്. മനസാക്ഷി നട്ടൽ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ആമുഖത്തിന് കാരണമായുള്ള പ്രമേയമാണ് ലക്ഷ്യപ്രമേയം. അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ആമുഖത്തിൻ്റെ ആദ്യ പേരെന്താണ്? ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അവതരിപ്പിച്ചതെന്താണ്? ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ഫസ്റ്റ് സെഷനിലാണ്. 1946 ഡിസംബർ 13 ഫസ്റ്റ് സെഷനിലാണ്. പ്രമേയത്തെ അനുകൂലിച്ച ആദ്യ വ്യക്തി ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടറാണ്. പ്രമേയത്തെ അനുകൂലിച്ച ആദ്യ വ്യക്തി ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടർ. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച 1947 ജനുവരി 22 സെക്കൻഡ് സെഷനിൽ 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസാക്കാൻ നെഹ്റുവിന് പ്രചോദനമായ വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. ലക്ഷ്യപ്രമേയം പാസാക്കാൻ നെഹ്റുവിന് പ്രചോദനമായ വ്യക്തി ആരാണ്? ഗാന്ധിജി. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം ഏതാണ്? ആമുഖം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 14 ആണ്. അപ്പോൾ മനസാക്ഷി നട്ടൽ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ലക്ഷ്യപ്രമേയം പാസാക്കാൻ നെഹ്റുവിന് പ്രചോദനമായ വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. ഇന്ത്യ ജനാധിപത്യ പരമാധികാര രാഷ്ട്രമായി രൂപാന്തരപ്പെടുത്താൻ ആദ്യം ആഹ്വാനം ചെയ്തതാരാണ്? നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ സമയം എത്രയാണ്? 2 വർഷവും 11 മാസം 17 ദിവസവും. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്രെ. ഗാന്ധിജിയുടെ ഘാതകനാണ്. താന്തിയോ തോപ്പിയോ യഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പണ്ഡുർ. ലക്ഷ്യപ്രമേയം ചരിത്രപരമായ വീക്ഷണത്തിൽ എന്ന പുസ്തകം രചിച്ചതാരാണ്? JK മിത്തൽ. ആമുഖത്തെപ്പറ്റി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന ചർച്ച നടത്തിയത് 1949 ഒക്ടോബർ 17. ആമുഖത്തിൻ്റെ പേജ് രൂപകൽപ്പന ചെയ്ത് ബഹാറാം മനോഹർ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ നന്ദലാൽ ബോസ്. ദൈവത്തിൻ്റെ നാമത്തിൽ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന വാക്യത്തോടു കൂടിയാണ് ആമുഖം ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാചകത്തിൽ ആരംഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? HV കമ്മത്ത്. ദേവിയുടെ നാമത്തിൽ ആരംഭിക്കണമെന്ന് പറഞ്ഞതാരാണ്? രോഹിണി കുമാർ ചൗധരി.
എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നെന്താണ്? ഉറവിടം, സ്വഭാവം, ലക്ഷ്യം, അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏത് രാജ്യത്തിൽ നിന്നാണ് ഈ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? US നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മനഃസാക്ഷി എന്നറിയപ്പെടുന്നത് ഏതാണ്? ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനഃസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മനഃസാക്ഷി, താക്കോൽ, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി രൂപകൽപ്പന ചെയ്തതെന്നാണ്? 1947 എന്നാണ്? 1947 1946 ഡിസംബർ 9 ഫസ്റ്റ് സെഷൻ നടന്നത്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്നറിയപ്പെടുന്നത് ആരാണ്? KM മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാല. ആരാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്? NA പൽക്കിവാല. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ താക്കോല്, കിനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? KM മുൻഷി. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. പിന്നെന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്തൊക്കെയാണ്? രൂപകൽപ്പനക്കാരുടെ ഉദ്ദേശങ്ങളും, പിന്നെന്താണ്? 2 സൃഷ്ടിയുടെ പിന്നിലെ ചരിത്രവും, 3 രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും, 4 തത്വങ്ങളും. അതാണ് ഇന്ത്യൻ ആമുഖത്തിൻ്റെ ഉള്ളടക്കം. ആമുഖത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? രൂപകൽപ്പനക്കാരുടെ ഉദ്ദേശങ്ങളും, അതിൻ്റെ സൃഷ്ടിയുടെ പിന്നിലെ ചരിത്രവും, രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഉള്ളടക്കം. ആമുഖം അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മനഃസാക്ഷി എന്നും, തിരിച്ചറിയൽ കാർഡ് എന്നും, മുഖവുര എന്നും, രത്നം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി എന്നാണ്? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഭരണഘടനയുടെ ആമുഖമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം എന്താണ്? ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം എന്താണ്? ആർട്ടിക്കിൾ 14 മനഃസാക്ഷി എന്നും നട്ടെല്ലെന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 അതെന്താണ്? ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ എന്താണ്? മനഃസാക്ഷി എന്നും നട്ടെല്ലെന്നും അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 14. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ്? മനഃസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ്? മനഃസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അപ്പോൾ ഭാരതത്തിൻ്റെ ഭരണഘടന എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്താണ്? ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ PR അംബേദ്കർ. ഭരണഘടനയുടെ ശില്പി ഡോക്ടർ PR അംബേദ്കറും ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. മൗലികാവകാശത്തിൻ്റെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇമ്പോർട്ടൻ്റ് ആണ്, 3 മനസ്സിലാക്കുക. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു, ഭരണഘടനയുടെ ശില്പി ഡോക്ടർ PR അംബേദ്കർ, മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്താണ്? ആമുഖം ആരംഭിക്കുന്ന വാചകം എങ്ങനെയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ്. എങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളായ നാം, ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ എന്താണ്? ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും എന്താണ്? ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയും അവസരത്തിലുള്ള സമത്വവും എന്താണ്? സംരക്തമാക്കുവാനും പിന്നെന്താണ്? അവർക്കെല്ലായിടത്തും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നതിനും സാഹോദര്യം പുലർത്തുവാനും. ഇതൊക്കെ എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ
ഉള്ളടക്കമാണ്. അപ്പം ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? യൂണിയൻ ഓഫ് പവേഴ്സ്, യൂണിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് എന്നിവയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ PR അംബേദ്കർ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭ ആരാണ്? രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദിൻ്റെ പുസ്തകങ്ങൾ എന്താണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ്, പതാക, പിന്നെന്താണ്? ഫിനാൻസ് ആൻഡ് സ്റ്റേറ്റ് എന്നിവയാണ് രാജേന്ദ്ര പ്രസാദിൻ്റെ പുസ്തകങ്ങൾ. ഏതാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ്, പതാക എന്നിവയാണ് രാജേന്ദ്ര പ്രസാദിൻ്റെ പുസ്തകങ്ങൾ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് അഭിപ്രായപ്പെട്ടത് വ്യക്തി ആരാണ്? ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. ആരാണ്? ഗ്രാൻവില്ലേ ഓസ്റ്റിൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. ആമുഖത്തിന് കാരണമായ പ്രമേയമാണ് ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആമുഖത്തിൻ്റെ ആദ്യ പേരാണ് ലക്ഷ്യപ്രമേയം എന്ന്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? 1946 ഡിസംബർ 13 എന്നാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13 ഫസ്റ്റ് സെഷനിലാണ് അവതരിപ്പിച്ചത്. പ്രമേയത്തെ അനുകൂലിച്ച ആദ്യ വ്യക്തി ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടർ. ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടർ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി എന്നാണ്? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെയാണ് ഭരണഘടനയാണ്. ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? 1947 ജനുവരി 22 സെക്കൻഡ് സെക്ഷനിൽ. അപ്പോൾ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ഫസ്റ്റ് സെഷനിൽ. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? 1947 ജാനുവരി 22. അപ്പം 1946 ഡിസംബർ